അസ്സലാമു അലൈക്കും. നമ്മൾ ഈ ഒരു രാത്രി ഈ ഒരു മയത്ത് എങ്ങോട്ടാ പോണ് കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവില്ലേ. നമ്മളെ നിക്കാഹ് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ അടുത്തിട്ടുണ്ട്, ഇനി അധികം ദിവസങ്ങളില്ല. അപ്പോൾ നമ്മൾ പോകാൻ പോണത് ഇന്ന് മഹർ എടുക്കാനാണ് കേട്ടോ. മഹർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മയും താത്തയും അളിയനൊക്കെ ജ്വല്ലറിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ അവിടേക്ക് പോയോണ്ട് നിൽക്കുകയാണ്. ഓരോ ഡിസൈൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, വേഗം അവിടേക്ക് പോവാം. അതിൽ കുറേ നേരമായി വെയിറ്റ് ചെയ്യണ്. അവിടെ എത്തിയിട്ട് നമുക്ക് ഏതൊക്കെ മോഡലാന്നുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ അല്ല, അങ്ങനെ ഉമ്മ ഇവിടെ ഇതാ സ്വർണം മഹർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഉമ്മ ഏതോ കിട്ടിയോ? ഞാൻ ലേറ്റ് ആയോ? കുറേ നേരമായി വന്നിട്ട് വീഡിയോ കൂട്ടാൻ ഒരുങ്ങിയാണ്. അപ്പം ഏതാണ് ഞാൻ ഏതാ ഇഷ്ടപ്പെട്ട്? നമുക്ക് ഓളോടും കൂടെ ചോദിക്കാം, അഫ്നുവിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഓക്കും കൂടി ഓളല്ലേ ഇടണ്ട്. എന്നാലും നിങ്ങള് അല്ല ഒരു ചെറിയൊരു സുമാർ ഇഷ്ടപ്പെട്ട ഏതാ? ഇത് കുഴപ്പമില്ലാന്ന് പറഞ്ഞേ. അങ്ങനെ ഓരോ മോഡൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഇതിൽ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോട്ടത്തിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പം കറക്റ്റ് എത്ര പ്രൈസ് ഗോൾഡിന്? 73 സംതിങ് തോന്നുന്നുണ്ട്. ഹായ്, ഞാൻ ലോഗ് എടുക്കുമ്പോൾ എല്ലാവരും നോക്കിക്കുന്നു കേട്ടോ. ഞാനാണ് ലോഗ് കുറവാണ്. നമുക്ക് ഇവിടുന്ന് കോഫി ആയിട്ട് ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി ആയി, നിങ്ങളെ പേരെന്തേന്? താങ്ക് യു. എല്ലാവരും നമുക്ക് കൊടുത്തോ? ഓക്കെ. ഈ ജ്വല്ലറിയിൽ ഇങ്ങനെ കോഫി കിട്ടുമ്പോൾ ഒരു ആശ്വാസമാണ്. നല്ല മഴയുണ്ട്, ഒരുപാട് സന്തോഷം. നിങ്ങൾ അറിയോ? നമ്മളറിയോ? നമ്മളറിയുന്ന പറഞ്ഞത്. വീഡിയോ കണ്ടിട്ടുണ്ടോ? കാണണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. നല്ല മഴയൊക്കെയാണ്. ഇപ്പോൾ അങ്ങനെ കോഫി കിട്ടുമ്പോൾ ഭയങ്കര അടിപൊളിയാണല്ലോ. ഇവിടെ നമ്മളെ ചെങ്ങായി ജാസിമുണ്ട്. ജാസിം രണ്ട് വാക്ക് എന്താണ് ഈ ഒരു മുഹൂർത്തത്തിൽ നമുക്ക് വേണ്ട ഒരു മഹറൊക്കെ? അത് മാത്രം ചോദിക്കല്ലേ. ജാസിം സത്യം പറഞ്ഞാല് കുറെ ചെക്കന്മാരുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ ഇപ്പം ഞാൻ കിട്ടുകയാണല്ലോ. സത്യം കറണ്ട് പോയി ഈ കിട്ടുന്നുണ്ടോ? അടുത്ത് കിട്ടുന്നുണ്ടോ? ഇല്ല. ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ട് കിട്ടാൻ തോന്നുന്നുണ്ടോ? ഈ ഒരു മോഡലാട്ടോ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. ഉമ്മ, നിങ്ങൾക്ക് ഈ ഒരു മോഡലാണോ ഇഷ്ടപ്പെട്ടത്? ആണോ? ഇത് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ? കുറെ മോഡൽ ഇഷ്ടപ്പെട്ടാണ്. മെയിൻ ഇഷ്ടപ്പെട്ട ഈ മോഡലാണ് പറഞ്ഞത്. വേറെ ഏതാ ഇഷ്ടപ്പെട്ടെ? ഓ മാഷാ അല്ലാഹ്, നല്ല രസമുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട് ഈ ഒരു മോഡൽ. ഈ മോഡലോ? ഈ ടൈപ്പാ? അപ്പം നമുക്ക് ഈ ടൈപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ നമ്മ രസം കുറച്ച് നാച്ചുറലായിട്ട് കാണിച്ചു കൊടുക്കി. അങ്ങനെ കാണിച്ചു കൊടുക്കി. ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ ലേറ്റസ്റ്റ് വന്ന മോഡലുകളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ആയിക്കോളൂ. നമുക്കധികം ടൈം ഇല്ലാത്തതുകൊണ്ട് ഫാസ്റ്റ് ആക്കാം. ഓക്കെ. ഇതിന്റെ കൂടെ എന്തെങ്കിലും വേറെ സെറ്റ് ആയിട്ട് അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും വാങ്ങണ്ടോ? ബ്രേസ്ലെറ്റോ? ഓക്കെ. നെക്ലേസ്, റിങ് എല്ലാം ഉണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. അല്ലാഹ്, ഞാൻ ഇപ്പൊ വരുന്നാല് കിടിനി മാത്രം മതിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. രണ്ടാളെ കിടിനി ഇല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അഫ്നുവിനെ ഓളെ വിളിച്ചു നോക്കിയിട്ട് മോഡലൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ കൂടി പറ്റണ്ടേ? അപ്പം യെസ്, അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? അപ്പോ അഫ്നുവിനെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് എന്തെന്താ അഫ്നു പുതുനായിയൊക്കെ ആയിട്ട്? പെരുമഴയാണ് അല്ലേ? മാഷാ അല്ലാഹ്. കഴിഞ്ഞോ? ഞങ്ങളേ മഹറിന്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കണ്ടിട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഏതാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ആക്കുക. ഓക്കെ, സെലക്ട് ആക്കുമോ? നേരമുണ്ടോ? ടൈമുണ്ടോ? ഓക്കെ, ഞാൻ ഇപ്പം അയച്ചു തരട്ടോ വാട്സപ്പിൽ. മോഡലൊക്കെ ഇങ്ങനെ രസമുണ്ട്. ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് അയച്ചു കൊടുക്കാം. എൻ്റെ അമ്മ ഇതൊക്കെ രസമുണ്ടല്ലേ ഈ സെറ്റ്? പക്ഷെ എത്ര തോനാണോ? പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? മൊത്തത്തിൽ ഇതൊക്കെ ഒരു സെറ്റ് ആയിട്ട് വരുന്നതല്ലേ? ഓക്കെ, നമുക്ക് ഇതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒക്കെ ഒന്നും പറ്റാണ്ട് നിൽക്കില്ല. വേറെ ഒരു 4-5 കൂടി എടുത്തോളൂ കേട്ടോ. ഓക്കെ, വേറൊരു എൻഗേജ്മെന്റ് കഴിഞ്ഞ വേറൊരു ആൾ കൂടി ഉണ്ട്. ബ്രോന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതല്ലേ? ബ്രോന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ആയി പോയോ? കാരണം എൻ്റെ കണ്ട് എൻ്റെ എൻഗേജ്മെന്റ് നിക്കാഹ് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയാണോ? ആ ഒരു ഇത് തോന്നിട്ട് അല്ലേ? അങ്ങനെ വിചാരിക്കുക. ഓക്കെ,
ഗൾഫിൽ നിന്ന് ഓന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നീട്ടിയതാ ടിക്കറ്റിന്റെ ഫംഗ്ഷന് കൂടാൻ വേണ്ടിട്ട്. പക്ഷെ ആ നീട്ടലില് മാഷാ ഹയർ ആയിട്ടുള്ളൊരു ഇണയനെ അവന് കിട്ടിയിട്ടുണ്ട്. അങ്ങ് കാസർഗോഡ് നിന്ന്. കാസർഗോഡ് കോഴിക്കോട് നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വേറെ അങ്ങനെയൊക്കെ വിചാരിക്കാം. അങ്ങനെയൊന്നും അല്ല, സീരിയസ്ലി 2 ഫാമിലി ആയിട്ട് കൂടി സംസാരിച്ച് സെറ്റ് ആക്കിയതാണ് അല്ലേ. അപ്പൊ ഹൈറാണ്. നിക്കാഹ് അടുത്ത് കുറച്ച് ഉണ്ടാവും അല്ലേ. അപ്പൊ ഏതായാലും നമ്മള് ഇതൊക്കെ കണ്ടു വെച്ചോട്ടോ, ഇതൊക്കെ എടുക്കേണ്ടതാണ് എനിക്കും. ഓക്കെ, എന്താണത് ഒരു ഇടിയലുണ്ട്. ഞങ്ങൾ ഏതായാലേ ഏകദേശം ഡിസൈനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളത് പാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കാം. ഓക്കെ, നമുക്ക് ഉമ്മക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. ഉമ്മ നോക്കിയിട്ട് കിട്ടിയോ? മാറൊക്കെ സെറ്റായോ? ഞാൻ ഇത് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടതാ. ഇത് കണ്ടു നോക്കി. സെലക്ട് ചെയ്തില്ലേ? അല്ല, ഇത് രസമുണ്ടോ നോക്കി നോക്കട്ടെ. ഇത് നിങ്ങൾക്ക് കെട്ടിയ രസം ഉണ്ടാവോ? ഉണ്ടാവോ? ഇതെന്താ ഉമ്മയൊക്കെ ചോദിച്ചു വാങ്ങണം. അയ്യോ, ഓക്കെ അല്ലേ? അങ്ങനെ അൽഹംദുലില്ലാ നമ്മള് മഹറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒക്കെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഏതായാലും നമ്മളെ നിക്കാഹിന്റെ ഡേറ്റ് ആയാൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോഴും ആ മഴ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടല്ലേ യാസിമ മഴ? അപ്പോൾ നാളെ കർക്കിടക 1 ഉമ്മ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എനിക്കറിയമ്മ, ഞാൻ ഭയങ്കര നോളജുള്ള ആളല്ലേ. അപ്പോൾ കർക്കിടക 1 എല്ലാ കുട്ടിക്കലാശവും പഠിച്ചവനും മൈ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ നിക്കാഹ് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ അതിൻ്റെ പരിപാടികളും അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇനി പോവാണ്. എല്ലാവരും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ടാറ്റ, ദുബായ്.